ജോലി ഞാൻ സമ്മതിക്കില്ല. നീ ഇറങ്ങി നോക്കി. എടാ യവന്മാർക്ക് ഉറക്കവുമില്ലേ? എന്താ കള്ളന്മാരെ പോലെ നട്ട പാതിരായിക്ക് വാസണ്ണ ഗേറ്റും തുറന്നേ. ഈ കാര്യം എന്താണെന്ന് പറയാം, എന്നിട്ട് തുറക്കാം. ഒരു പെൺകുട്ടി ജനിച്ചോ? സന്തോഷം. അല്ല, കാറിലുണ്ട്. ജോൺ സാറിന്റെ ബന്ധുവാ. മനസ്സിലായി മനസ്സിലായി. നല്ല ബിസിനസ്. ഗേറ്റ് വർക്ക് വാസണ്ണ. പ്രശ്നമൊക്കെ സീരിയസാ. സീരിയസ് ആണ്, ആശുപത്രി കൊണ്ടുപോടെ. ഇത് ഡീസൻസി ഉള്ള VIP താമസിക്കുന്ന എന്റെ മുതലാളിയുടെ ഗസ്റ്റ് ഹൗസാ. നിന്നെ പോലുള്ള അലന്ന കൊച്ചാണന്മാര് വന്ന് കുരച്ചാ തുറക്കാനുള്ള സർക്കാർ വക സത്രമല്ല ഇത്. വാസണ്ണ ജോൺസൺ സാറ് പറഞ്ഞിട്ട് വന്നാ. സാറ് പറഞ്ഞേ സാറ് വരട്ടെ. സാറോട് പോയി. അദ്ദേഹം വിസയുടെ നീളക്കൂട്ടം മദ്രാസിലേക്ക് പോയിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? സ്ഥലം കാലിയാക്ക്. മേലിൽ ഈ ജാതി കേസ് കെട്ടുകളും പൊക്കി ഇങ്ങോട്ട് വന്നേക്കരുത്, പറഞ്ഞേക്കാം. മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന എന്നെ പോലുള്ള മലയാളികളുടെ പേരുകളായിരുന്നു. അള്ള ബെടുവളി ചവന്ന് മാറ്റട്ടെ. ഇനിയിപ്പോ എങ്ങോട്ട് പോകും? നമുക്ക് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകാം. സ്റ്റുഡിയോയിലേക്കോ? അല്ലാതെ രാത്രിയിൽ എന്താ ചെയ്യാ? നീ വണ്ടി തിരികെ. നല്ല കിളി പോലത്തെ ഒരു പെങ്കൊച്ച്. യവന്മാരിതിന് എവിടും തപ്പിയതാ? ഫോട്ടോ എടുക്കാൻ വന്ന് മാറ്റിപ്പോയതാ. കഷ്ടം. നീ വെറുതെ ടെൻഷൻ അടിപ്പിക്കില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് കണ്ടറിയാം. അവൻ ചത്ത പോലീസ് നമ്മളെ പൊക്കും, ചത്തില്ലെങ്കിൽ അവൻ നമ്മളെ തട്ടും. നോക്കണ്ട, എല്ലാം സംഭവിക്കാൻ പോണ അങ്ങനെ തന്നെയാ. എന്റെ മമ്മർത്ത് തങ്ങളെ എന്നെ കാത്തു രക്ഷിക്കണേ. ഞാൻ കിടക്കാൻ പോവാ. എന്നെ കൂടി രക്ഷിക്കണേ. മുസ്തഫ, മുസ്തഫ. അയ്യോ സാറേ, എനിക്കൊന്ന് അറിഞ്ഞോളൂ സാറേ, ഞാൻ നിരപരാധിയാണ്. എന്നെ തലല്ല സാറേ. നീ എന്റെ പിച്ചേ വേഗം പറഞ്ഞേ. സമയത്രയെന്നറിയോ? 7 പോയി ചായ. അതിനാ പെണ്ണവിടെ കിടന്നുറങ്ങല്ലേ? ഞാനത് മറന്നു. ഞാനത് ഓർത്തെ. ആ പെണ്ണെന്താ എണീക്കാത്തെ? ചായ റെഡി. ഞാൻ ചായ ഇട്ടായിരുന്നു. എന്താ ചെയ്തത്? തെറ്റായി പോയോ? ഏയ്, തെറ്റൊന്നുമില്ല. രാവിലെ തന്നെ പിച്ചക്കാരെ കെട്ടിയെടുത്തോ? പിച്ചക്കാരനല്ല, കുരിയച്ചായി. അയ്യോ, അയാളെ തന്നെ രാവിലെ തന്നെ കെട്ടിയെടുത്ത്. അതേക്ക് വെക്കും. മായങ്ങാനും കുരിയച്ചാൻ കണ്ടു കഴിഞ്ഞാ പിന്നെ ഞങ്ങളുടെ ഇയാൾ എന്ത് മുട്ടാൻ മുട്ടുന്നത്? ഇയാൾക്ക് അപ്പിടാൻ മുട്ടുണ്ടോ? കട്ടിലിന്റെ അടിയിലേക്ക് തള്ളി വെക്കണം. അയ്യേ, അടിയിലേക്ക് ഇരുന്നോളൂ. അതിലോർക്കാൻ ഞാൻ തുറന്നോളാം. എന്തുവാണേ തുറക്കാൻ എത്ര താമസം? ഞങ്ങൾ ഇതിൽ രാത്രി കിടക്കാൻ ലേറ്റായി. അത് നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നീയൊക്കെ ചായ ഇടുന്ന സ്വഭാവം എന്ന് തുടങ്ങി? എന്താന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് നമ്മൾ ഈ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കൂലേ, അതുപോലെ ഉറക്കത്തിൽ ചായയുടെ ഹാബിറ്റായി മാറിയിരിക്കാം. ഇതൊരു അസുഖമാണ് കുരിച്ചായ. ഞാനിന്നില്ല രാത്രി ഉറക്കത്തിൽ കുളിച്ചു. ഇതൊരു ഹാബിറ്റാണോ ചായ? ഇവനെല്ലാം ഓവറാക്കും. ഞാനുള്ള കണ്ട മൂർഖമ്മന്ന് പറയും. എന്നെ മൂർഖനാക്കരുത്. പോയൊരു ചായ എടുത്തോണ്ട. ചായപ്പൊടി ഒട്ടൂല. വെള്ള ചായ പൊടിയൊക്കെ മതി. തീപ്പെട്ടിയില്ല. പിന്നെ നീയൊക്കെ കല്ലറിച്ചിട്ടാണോ ചായ ഉണ്ടാക്കി കുടിച്ചത്? ഉറക്കത്തിലായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഒരു കൊള്ളി ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ കൊള്ളിയോ? എന്നാൽ എന്റെ ഒരു തീപ്പെട്ടിക്കൊള്ളിയുണ്ട്. അത് നിന്റെയൊക്കെ തലയിൽ മണ്ണെണ്ണ വെച്ച് കൊളുത്താൻ വേണ്ടി സൂക്ഷിക്കതാ. അതിട്ട് ചായ. അകത്ത് മായ. മായോ? അതെ, മായം. ചായപ്പൊടിയിൽ മായമുള്ളതുകൊണ്ട് കുരിച്ചാനോട് കുടിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? അതന്നെ. പോയിടാ. കണ്ട തീപ്പെട്ടി ഇല്ലെന്ന് കള്ള റാസ്കൽ. അതല്ലേ നിനക്കൊരു വെപ്രാളം? അല്ല, മുസ്തഫയുടെ അണ്ടർവെയർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതിന് അല്ല, കുരിച്ചായം പെട്ടെന്ന് കണ്ട് ഞെട്ടിയാലോ എന്ന് വിചാരിച്ച്. അതിന് മുസ്തഫയുടെ അണ്ടർവെയർ എന്തോന്ന് മൂർഖൻ പാമ്പാ? അത് കാണാത്തത് കണ്ടാ കുരിച്ചാനും പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചോ ഞങ്ങള്. ഇവ ഏത് മണ്ടൻ പൊട്ടൻ? ഊറുന്ന ഇല്ല, കാറ്റ്. കാറ്റ്. എന്തോ ആയ കളി? എങ്ങനെ തട്ടിപ്പോ പൊടി? സോറി, പൊടി വല്ലം വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഇതിനെവിടേക്കാണ് കൊണ്ടുപോകണം? ഞാൻ സ്റ്റുഡിയോകത്ത് കൊണ്ട് കുളിച്ചു മൂടുക. ഇത് പാവാടല്ല. അത് പാവാടടാ. സത്യം പറഞ്ഞു, ഇത് ആരുടെ പാവാടയാണ്? ഇതെന്റെ പാവാട.
പാവാട എടുക്കാൻ തുടങ്ങി നാളെ മുതല് അല്ല ഇത് കണ്ട ഈ ചേച്ചി ചെട്ടിട്ടോണ്ടൊക്കെ ഈ പട്ടി കണ്ടോണ്ടിരിക്കാ ഇത് മറക്കാൻ വേണ്ടിട്ടാണ് ഇത് മേടിച്ചത്. എങ്ങനെയുണ്ട് കാലി കുരിയച്ചനോട് വേണ്ട ഇത് ഈ പെണ്ണിന്റെ പാവാടയല്ല. ഇവിടെ ഒരു പെണ്ണിന്റെ മണമുണ്ട്. നിനക്കറിയാമല്ലോ ഞാൻ മറ്റെന്ത് സഹിക്കും, പക്ഷെ പെണ്ണ് കേസിപ്പെട്ടു എന്നറിഞ്ഞാ നിങ്ങൾ രണ്ടിന്റെ കഥ ഞാൻ കഴിക്കും. എവിടുന്നാണ് ഈ പെൺമണം? സത്യം പറ. അതെ ഇച്ചായ, ഇന്നലെ ഇവിടെ 2 പെണ്ണുങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നിരുന്നു. ആ പെണ്ണുങ്ങൾക്ക് ഭയങ്കര മണമായിരുന്നു. ആ നൈറ്റ് വാഷ് ചെയ്തപ്പോൾ അതേ മണമായിരുന്നു. ആ മണ ഈ മണം എനിക്ക് ഫീൽ ചെയ്തൊരു സ്മെല്ല്. ആ സ്മെല്ല് ഈ സ്മെല്ല് ആ സ്മെല്ല ഈ മണം. ഓ ആ മണം ഈ മണമൊക്കെ ഇവിടെ. ഇന്നലത്തെ കളക്ഷൻ ഒരു 1000 രൂപ എടുക്ക. ഫുള്ളായിട്ട് ബാങ്കിൽ അടച്ചു. വണ്ടി ഓടി വകെ നിന്റെ ഒന്നും ഇല്ലടേ. ഞാൻ വർഷത്തിൽ അടച്ചു. ഓ നീയൊക്കെ കൂടെ എന്നെ അടക്കം ചെയ്യും. കർത്താവേ 10 മണിക്ക് മുമ്പ് കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ എവിടുന്ന് 1000 രൂപ ഉണ്ടാക്കും? ഞാനിത് ഇടാടാ. ഇനി മായ ഇവിടെ നിർത്തണം. അപകടം. പിന്നെ എന്ത് ചെയ്യും? ആരും ശ്രദ്ധിക്കാത്തവരിടം കണ്ടെത്തണം. മായക്ക് കുറച്ച് ചേഞ്ചൊക്കെ വരുത്തണം. വഴിയുണ്ട്. പെട്ടെന്ന് റെഡിയോ. ഞാൻ പറഞ്ഞതുപോലെ ബില്ലിൽ 200 രൂപ കൂട്ടിയിട്ടുണ്ടോ? അമേരിക്കൻ പുങ്ങന് ബില്ല് കാണണോ? എന്നാൽ ഇങ്ങനെ കാശടിക്കണത് കുറെ കടുപ്പാണ് കേട്ടോ. ഇത്രയും ദൂരം സൈക്കിൾ എവിട്ടി തന്റെ ഈ അവിഞ്ഞ കട വരുന്നേനെ 200 രൂപ എഴുതിയാ പോരാ, രൂപ 400 താങ്ങണം. കാശേതാൻ കടവുളടാ. അതെന്താ കടവുളുക്കും തരും. വാസു എന്താ നോക്കിയിരിക്കണം മാഷ്? ഇറങ്ങ്. നീ പോയി ചേച്ചി നോക്കി. ഏയ് ഇത്ര രാവിലെ ഒന്നും ഉണ്ട് കാണാൻ വഴിയില്ല. എടാ ഉണ്ണുന്ന കാര്യമല്ല, മേരി ചേച്ചി അകത്തുണ്ടോന്ന് പോയി നോക്കാൻ. ആനയുടെ നിറവും കഴുതയുടെ ബുദ്ധിയാ. പോയി നോക്കണം. ചേച്ചി സമ്മതിച്ച് ജോൺ സാറ് വരുന്നവരെ ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ? എന്താ? നീയും കൂടെ വരുമോ? ഇവന്റെ കാര്യം തലതാത്തിയിരുന്നു. ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ സ്റ്റാൻഡപ്പ് എന്ന് പറയും. അപ്പ പോകണം. ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ കാലി തീറ്റ. ഓക്കെ അല്ലെങ്കിൽ പോക്കണെന്ന് തിറ്റും. ഇങ്ങോട്ട് വന്നേ. തിറ്റും. ആഹാ പാച്ചവും പോവാനും കൂടെ എന്നാ ഇത്ര കാലത്തെ? ചേച്ചിയെ കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ. അപ്പൊ സുഖവിവരങ്ങൾ അന്വേഷിക്കാന്ന് വെച്ച് വന്നതാ. അങ്ങനെ വെറുതെ വരാൻ വഴിയില്ലല്ലോ. എന്നാ മുഖ്യച്ച പിന്നെ പുറത്താക്കിയോ? കരഞ്ഞ് ഓവറാക്കല്ലേ. പുറത്താക്കിയില്ല, പക്ഷെ താമസിന്റെ പുറത്താക്കും. ഞങ്ങള് ചേച്ചിയുടെ ആരാ? അനിയന്മാരായിട്ടാ ഞാൻ കണ്ടിരിക്കുന്നേ. ആണോ? ആണോ? ഞങ്ങളൊരു അടാകുറത്തിപ്പെട്ട രക്ഷിക്കില്ലേ? ഏടാ ഗുരു? അപ്പൊ ഉദാഹരണത്തിന് ഞങ്ങൾ ഒരു പെണ്ണിനെ പ്രേമിച്ചു എന്ന് വെക്കാം. അതെ, രണ്ടാളും കൂടെ ഒരു പെണ്ണിനെ പ്രേമിച്ചാലേ രണ്ടുപേരുടെ എല്ലൂരി സൂപ്പ് വെച്ച് പട്ടിക രണ്ടാളല്ല, ഇവൻ. നീ ചുപ്പരഹോ, മിണ്ടി പോവരുത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ട് എന്നിട്ടിപ്പോ എന്താ ഉണ്ണി കേൾക്കുന്നത്? ചേച്ചി ഞാൻ ആപ്പിലാകും. തിരുമേനിയുടെ മോളുടെ കല്യാണം, എന്റെ ക്യാമറ. എന്നാ ഈ പറയുന്നേ? ചേച്ചി അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ പറയാം. ചേച്ചി ഇവനൊരു പെൺകുട്ടിയെ പ്രേമിച്ചു. അമ്മേ, അമ്മയല്ല, ഒരു പെൺകുട്ടിയെ, ഒരു ആട്ടിൻകുട്ടിയെ ചെന്നായികൾക്ക് പിടിച്ചുകൊടുക്കും വിധത്തിൽ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് അവളുടെ ചേട്ടൻ നിർബന്ധിച്ചപ്പോൾ ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിയെ അവൻ വിളിച്ചിറക്കിക്കൊണ്ടുവന്നു. ചെയ്തോ? ചെയ്യാൻ പോയാ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു പെൺകുട്ടിയെ. അവളുടെ ചേട്ടനൊരു കശ്മീരിലായിരുന്നു. ഞാനും വിചാരിച്ചില്ല ഇത്ര അടുക്കുന്നു. ചേച്ചി ഞങ്ങൾ എവിടെ ഇല്ല, അയാൾ ഞങ്ങൾ തപ്പി പിടിച്ചോണ്ടു. ഈ എടാകുടങ്ങളൊന്ന് അവസാനിക്കുന്നവർ ആ പെൺകുട്ടി ഒന്ന് ഇവിടെ നിർത്തണം. അതിന് പെൺകുട്ടി എവിടെ? പെൺകുട്ടി ഇവിടെ. ആഹാ, ഉണ്ണിയുടെ സെലക്ഷൻ ഒക്കെ മോശമല്ല കേട്ടോ. ഇറങ്ങി വാ. ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാ. നിങ്ങളുടെ സ്വന്തം വീടാണെന്ന് കരുതി നിങ്ങളുടെ സ്വന്തം വലതുകാലി വെച്ച് ഐശ്വര്യായിട്ട് കയറിക്കോളൂ. എന്നാ പേര്? മായ. പേടിപ്പിച്ചു കളഞ്ഞല്ലേ. പേര് മാമായെ. ചേച്ചി ഞങ്ങൾ അറിഞ്ഞ മായയെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവളുടെ ബന്ധുക്കളാരെ പേടിക്കണ്ടുണ്ണി. ഇവിടെ വന്ന് ഇവളെ ആരും ഒന്നും ചെയ്യുകയില്ല. വാ. രക്ഷപ്പെട്ടു അല്ലേ? നീ എന്ത് തെമ്മാടത്തിനോടാ പറഞ്ഞു? എന്റെ പെണ്ണാന്നോ? പിന്നെ അല്ലാതെ ആ കളവിന് ഓർക്കാൻ കട്ടുകൊണ്ടെന്ന് പറഞ്ഞോ? അവരെ ആട്ടിയിറക്കും. ആ പെണ്ണെന്ത് വിചാരിച്ചാണ്? എന്ത് വിചാരിക്കാൻ? ജോൺ സാറിന്റെ കൂടെ പോവാന്ന് സമ്മതിച്ചിട്ടല്ല അവള് വന്നേ. ജോൺ സാർ വരുമ്പോ ഇവിടെ നിന്ന് കൊണ്ടുപോണ്ടേ? പിന്നല്ലേ? അപ്പൊ പിന്നെ മേരിച്ചോട് എന്ത് പറയും? ഉണ്ടം അവിടെ കണ്ടൊരു തോടെന്ന് വിചാരിച്ച് ഇവിടെ തുടങ്ങി മുണ്ട് വെക്കി പിടിക്കണോ? ഈ വണ്ടി കയറിയാൻ ഓയിലിന്റെ നിറവും വെള്ളിയുടെ ബുദ്ധിയാ സാധനം.
പെനാൾട്ടിഫിക്കേഷനും തുടങ്ങിയല്ലേ? നല്ല ബിസിനസ്. ശരിയാക്കി തരാം, ശരിയാക്കി തരാം. ആഹാ. ജൂമേരേ നീതാലന്തരി ജൂമേ. കുരിയച്ചോ, കുരിയച്ചോ. ഓ, ഇയാൾ ഇതിനകത്ത് ചത്ത് കിടക്കുവാന്നോ? കുരി, ഇതാര് വാസുവോ? ഓ, താൻ കാറടിച്ച് ആശുപത്രിയാണെന്ന് കേട്ടല്ലോ. ഞാനത് വിശ്വസിച്ചില്ല. താൻ 24 മണിക്കൂറും വീട്ടിനകത്ത് ഇങ്ങനെ ചെരച്ചോണ്ടിരുന്നോ? പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട. തന്റെ പെണ്ണും പിള്ള എന്തിനവന്മാരും കൂടി അവളുടെ വീട്ടിൽ ബിസിനസ് തുടങ്ങി. ബിസിനസ്സോ? എന്തോ ബിസിനസ്? അല്ല, ഊക്കം പെനാൾട്ടിഫിക്കേഷൻ. എവിടുന്നോ കിളി പോലൊരു പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്ന് മേരിക്കുട്ടിയുടെ വീട്ടിലാക്കി വെച്ച് അവന്മാര് ടൗണിൽ ചില്ലറയുള്ള ആണുങ്ങളെ തപ്പാൻ ഇറങ്ങിയിരിക്കുക. സത്യമാണ് താനീ പറയുന്നത്? ഇല്ല, താൻ പോയി നോക്ക്. തുടക്കത്തിലേക്ക് ഏറ്റടച്ച് കുറ്റി ഇടിച്ചില്ലെങ്കിൽ മനസാ വാചാ കർമ്മണ അറിയാത്ത കാര്യത്തിന് താനും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. മാമ എന്ന പേരും വീഴും. മാമാന്നോ? വാ സ്റ്റേഷനോ? വാ. എല്ലാത്തിനും എനിക്ക് തൃപ്തിയായി. ഇനി ഇവിടെ നമുക്ക് ബെസ്റ്റ് ടൈമാ. അത് നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും ചാവില്ലാന്ന്. ഇത് അവൻ തന്നെയാ, ആ കാളിയപ്പൻ. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? തട്ടാം. നടക്കോ? നടത്തിയേ പറ്റൂ. നമുക്കും ജീവിക്കണ്ടേ? വാ. എന്റെ മൂട് മാറ്റി എനിക്ക് കണ്ണ് കാണാൻ പറ്റണില്ല. എന്റെ മൂട് വെച്ചാണോ നീ കണ്ണ് കാണുന്നത്? എടുക്കാൻ പറ്റണില്ല. അടിക്കുന്ന അടി അടിയായില്ലെങ്കിൽ ആദ്യത്തെ അടി നിനക്കായിരിക്കും. അതെന്തിനാ എന്നെ അടിക്കണേ? കൈ പൊക്കുന്നതിന് മുമ്പേ അടിക്കണം. കൈ പൊക്കൊണ്ട് അടിക്കാൻ പറ്റില്ല. എടോ, അവന്റെ കൈ. അവന്റെ കൈ? ആ, വാ. സൂക്ഷിച്ചേ. Follow me. എന്തത്? അടിച്ച് പ്രാക്ടീസ് ചെയ്താ. നമ്മൾ ക്രിക്കറ്റ് കളിക്കാനല്ല പോകുന്നത്. ആളെ തിരിച്ചറിഞ്ഞ അവൻ നമ്മളെ കൊല്ലും. അതറിയാമെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് അങ്ങോട്ട് പോണേ. കൂടുതൽ സംസാരിച്ച നീ പിന്നെ ഇവിടെ ഉണ്ടാവില്ല. അവനെവിടെ ഉണ്ടാവോ? മിണ്ടാതെ വാളപ്പട്ടി കോലുത്തിക്കിട്ട് ഞാൻ. അന്നാ നീ ആദ്യം പോ. ആ, നീ പോ. അണ്ണാനെ പിടിക്കാൻ. ആ തല്ലുകൊണ്ട് ചത്തുപോയിന്ന് ആരോ പറഞ്ഞു. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. ഈ കിടപ്പ് കാണാൻ എനിക്ക് കണ്ണില്ല. ഇരുട്ടടിയായിരുന്നല്ലയോ? ദണ്ണം കൂടും. പക്ഷേ കുരിയച്ചന് ഇതുകൊണ്ടൊന്നും തളരരുത്. പൂർവാധികം ശക്തിയോടെ ചെന്ന് അവന്റെ അല്ലേടാ പട്ടി. നീ ആണ് ഇതിനൊക്കെ കാരണം. എന്ന് എന്റെ കാല് ഭേദമാകുന്നു അന്ന് നിന്റെ ശവടക്കം നടത്തണം. ആ പാര. എന്റെ ഈശ്വര, എന്തൊരു കഷ്ടമാണിത്. ഈ പാരിൽ ഞാൻ ആർക്ക് എന്ത് നല്ലത് ചെയ്താലും അത് തിരിച്ചെനിക്ക് പാരയായിട്ട് വരും. ഞാൻ എന്ത് പാര പണിഞ്ഞെന്നായി പറയുന്നേ? ആ ഉണ്ണിയെ മുസ്തഫയെ പെണ്ണ് മോഷണത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ആ 2 കള്ളന്മാരെ നിലയ്ക്ക് നിർത്തേണ്ടത് എന്റെയും നിങ്ങളുടെ മാത്രമല്ല, ഈ നാട്ടുകാരുടെ മുഴുവൻ ആവശ്യമാണ്. അതിനുവേണ്ടി താൻ രക്തസാക്ഷിയാകേണ്ടി വന്നാലും എനിക്ക് സങ്കടമില്ല. ഒരു മാർബിൾ മണ്ഡപം ഞാൻ സ്മാരകമായിട്ട് പണിഞ്ഞുതരാം. ഇത് പ്രാന്താശുപത്രിയാണോ? പ്രാന്തമാരൊന്നും കരുതണ്ടില്ലേ? ഞാൻ ചത്തോന്ന് അറിയാൻ വന്നതായിരിക്കും. ചത്തട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. തത്തങ്ങ പള്ളി മണിയാട്ടാന ബോധം തെളിഞ്ഞെന്നറിയാൻ വേണ്ടി വന്നതാ. കൊല്ലടാ എന്നെ, അങ്ങ് കൊല്ലടാ. ഈ സമയത്ത് ഇങ്ങനെ ശോഭിക്കരുത്. പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. രാത്രിയിൽ ഇവിടെ കൊണ്ടുവന്നാക്കാൻ ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. തല്ലാനും നിലവ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കുരിയച്ചായൻ ഞങ്ങളോട് പൊറുക്കണം. ആളറിയാതെ തല്ലിപ്പോയി. ഇപ്പോഴെങ്കിലും ആളെ അറിഞ്ഞല്ലോ, സമാധാനമായി. അന്ന് സ്റ്റുഡിയോയിൽ പാവാട കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ, എന്തോ കുഴപ്പമുണ്ടെന്ന്. മേരിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന പെണ്ണ്
നിന്റെ പെണ്ണാണെന്ന് ഒരു വാക്ക് അതങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ആ വാച്ചാടെ വാക്കും കേട്ട് എടുത്ത് ഓടി വന്നില്ലയോ അതിന് കിട്ടുകയും ചെയ്തു. എന്തായാലും ഇങ്ങനെങ്കിലും ഇരിയാൻ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഒക്കെ ഉണ്ണിയേശുവിന്റെ ഒരു കളിയാ. ആ ഉണ്ണി, പിന്നെ ഇരിയാൻ ഇവിടെ ഇറങ്ങുന്നവർ എനിക്ക് വീട്ടിലോട്ട് വരാൻ പറ്റുകയില്ല. എത്രയായാലും എന്നെ മിന്നി കിട്ടിയ ആളല്ലേ. ആ പോട്ടെ. പിന്നെ ആ പെങ്കൊച്ചവിടെ തനിച്ചേ ഉള്ളൂ. ഇടയ്ക്ക് അങ്ങോട്ടൊരു കണ്ണ് വേണേ. എന്റെ രണ്ട് കണ്ണ് ഞാൻ ഒഴിഞ്ഞു വെച്ചേക്കല്ലേ. ആ ഉഴിഞ്ഞു വെച്ചത് മോൻ കൊണ്ടുവന്ന് ഭണ്ഡാരത്തിലിട്ട് ഉണ്ണി അങ്ങോട്ട് ചെല്ലാൻ.